ജെമിനിയുടെ ഇമേജിംഗ് ക്രിയേറ്റിംഗ് എഐ ടൂൾ വന്നതോടുകൂടി ഒരുപാട് പേര് ഇതേപോലെ പുതിയ പുതിയ പ്രോംപ്റ്റ് അടിച്ചിട്ട് ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേപോലെ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോംപ്റ്റ് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ പുതിയ ട്രെൻഡ് വരുമ്പോൾ ആ ട്രെൻഡ് കോപ്പി അടിച്ചിട്ട് നമുക്കും നമ്മുടെ ഫോട്ടോ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് ഞാൻ ആദ്യം കയറാൻ പോകുന്നത് സീക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിനകത്താണ്. ഇപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ഒരുപാട് ഇതേപോലെ ഫോർ മെൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ഒരുപാട് ആണുങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോംപ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാടെണ്ണം ഉണ്ട്. ഏത് വേണം അത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ ആറാമത്തെ ഒരു പ്രോംപ്റ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ കോപ്പി ചെയ്തിട്ട് ജെമിനിനകത്ത് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പം ജെമിനി ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്തിട്ടൊന്ന് ക്രിയേറ്റ് കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ വരിക നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പ്രോംപ്റ്റ് 1, പ്രോംപ്റ്റ് 2, പ്രോംപ്റ്റ് 3 എന്ന് മാത്രമേ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിക്കാണ് അതിനകത്ത് ഫോട്ടോ വരിക. അപ്പോൾ വീണ്ടും ഞാൻ ഗാലറി പോയിട്ട് എൻ്റെ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പ്രോംപ്റ്റ് ഒന്ന് വീണ്ടും ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലതിനകത്ത് ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലതിനകത്ത് ഫോട്ടോസ് ഉണ്ടാവില്ല. അപ്പോൾ പ്രോംപ്റ്റ് മാത്രമേ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. ജസ്റ്റ് ആ പ്രോംപ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത ശേഷം ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്ത് അപ്പോൾ ആ ഒരു സെറ്റപ്പിലായിരിക്കും അടുത്ത് നമുക്ക് പ്രോംപ്റ്റ്. ഇത് ഒരുവിധം എൻ്റെ ഫേസ് കാർട്ടൂണിസ്റ്റ് ഫീൽ ആയ കാരണം ഒരുവിധം എൻ്റെ ഫേസിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേറൊരു പ്രോംപ്റ്റും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇത് മാത്രമല്ല, ഇനി ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഐഡിയാസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോംപ്റ്റിൻ്റെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെ പ്രീ വെഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോംപ്റ്റ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം ഞാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യണം. ഇത് ഏത് രീതിക്കായിരിക്കും ജെമിനി പ്രോംപ്റ്റ് ഈ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതിന് ശേഷമാണ് ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോ ജെമിനി ജനറേറ്റ് ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ജെമിനി ഫോട്ടോ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഫോട്ടോ ഒന്ന് ഗാലറിയിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ടിടാം. എൻ്റെ ഫോട്ടോ ഒന്ന് ഗാലറിയിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട ശേഷം ഞാൻ ആ പ്രോംപ്റ്റ് ഒന്നും കൂടി പേസ്റ്റ് ചെയ്യണം. വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൻ്റെ ഒരു ഫേസ് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇനി ഞാനൊരു വേറെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. ഒരുപാട് പ്രോംപ്റ്റുകൾ കിടപ്പുണ്ട്. ഈ ഒരു വെബ്സൈറ്റും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 വെബ്സൈറ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതേപോലെ ഒരു പ്രോംപ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ ഫോട്ടോസ് കണ്ടില്ലേ, ഈ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ജെമിനിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കണം. ഈ ഒരു ഫോൺ എനിക്ക് ജനറേറ്റ് ചെയ്ത് തന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഫോട്ടോസൊക്കെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ വെബ്സൈറ്റ് കണ്ട ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്.